ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ്, പേൾ ഖത്തറിലേക്ക്. അവിടെ ഒരു ഓട്ടോ ഷോ നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ കുറേയൊക്കെ റൗണ്ട് അടിച്ച് ഒരു പാർക്കിംഗ് കിട്ടി, വണ്ടിയിൽ പാർക്കിംഗ് കിട്ടി. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഡിലാക്കിൻ്റെ ഒരു പഴയ മസ്കുലർ സാധനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ എടുത്തോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ബെൻസിൻ്റെ S-Class 200 എടുക്കേണ്ട ഒരു പഴയ മോഡൽ, ഒരു പ്രൗഡിയിൽ നിൽക്കുന്ന സാധനം കണ്ടില്ലേ. ബെൻസ് അപ്പോഴും രാജാവ് തന്നെയാണ്. സാധനം നല്ല അടിപൊളി സിൽവർ ഗ്ലോസി ടൈപ്പിലൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളെങ്ങനെയായാലും. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി, നമ്മൾ കയറി ചെന്ന ബാക്ക് സൈഡ് കൂടെയാണ്. ബാക്ക് കൂടെ വെച്ചിട്ട് നമ്മൾ കയറി ചെന്ന് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറി ചെന്നുണ്ട്. 1970 മോഡലാണ് ഈ ഒരു വണ്ടിയൊക്കെ. അതായത് ഒരു ജാഗ്വറിൻ്റെ സെക്കൻഡ് സീരീസിലെ E-Class വണ്ടി. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ പൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് തോന്നുന്നത്. അവിടെ ക്ലീനിങ് സ്റ്റാഫൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു S-Class വേറെയും കിടക്കുന്നുണ്ട്. എന്തായാലും ഇത് നല്ല അടിപൊളി കളർ കേട്ടോ, ഒരു ബ്ലൂ കളർ നൈസായിട്ടുണ്ട്. പിന്നെ ഇതാ ഫിയറ്റിൻ്റെ കുറച്ച് പഴയ മോഡലൊരു സാധനം, അത് ഏതാണ് മോഡൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഫിയറ്റിൻ്റെയാണ്. 1970 ആവും ആ ഒരു ഏരിയയാണിത്. അവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നല്ല റെഡ് കളർ ഫിനിഷിങ് ടച്ചൊക്കെ ഉള്ളൊരു സാധനം, ഒരു ബൈക്ക് റിവേറ എന്ന് പറഞ്ഞൊരു സാധനം. ഏതാണ് കമ്പനി എന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. എന്തായാലും നല്ലൊരു സെറ്റപ്പ് സാധനം തന്നെയാണ് അത്. അടുത്ത സാധനം അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലോട്ടസിൻ്റെ ഒരു അടിപൊളി സ്പോർട്സ് ടൈപ്പ് കാറ്, അതും 1967 തന്നെയാണ്. സംഭവം അടിപൊളിയായിരിക്കണം എങ്ങനെയായാലും. എന്തായാലും വിൻറ്റേജ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊളി വൈബ് തന്നെയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഒരു ടാക്സി നിൽക്കുന്നുണ്ട്, പഴയ ഒരു ഫിയറ്റിൻ്റെ ഒരു 5 സീറ്ററോ 8 സീറ്ററോ എങ്ങാണ്ടാണ്. എന്തായാലും സാധനം കൊള്ളാം. കാണുമ്പോൾ തന്നെ ഒരു കുട്ടി, ഒരു ഓമനത്തെ ഒരു നിഷ്കുൻ്റെ മാതിരി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1970-ലും 1980-ൻ്റെ ഇടയിലുള്ള വണ്ടിയിൽ ഇറങ്ങണം. അത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ജാഗ്വറിൻ്റെ വേറൊരു സാധനം നിൽക്കുന്നുണ്ട്. അത് കുറച്ച് ക്ലാസിക് ടൈപ്പാണ്, സ്പോർട്ട് ടൈപ്പല്ല, ക്ലാസിക് ടൈപ്പ്. നമ്മൾ ആദ്യം കണ്ട ജാഗ്വർ സ്പോർട്സ് ടൈപ്പാണ്, ഇതൊരു കുറച്ച് ക്ലാസിക് ടൈപ്പാണ്. എന്തായാലും ഒരു രാജകീയ പ്രൗഢിയൊക്കെ ഉണ്ട് സാധനത്തിന്. അടുത്തൊരു സെഡാൻ ടൈപ്പ് വണ്ടിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലെങ്ത്തുള്ളൊരു വണ്ടിയാണ്. ഒരു ക്രിസ്റ്റൽ ഇമ്പീരിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിത് ഈ കമ്പനിയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു വണ്ടിയുടെ ഏകദേശം ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം റോയൽ ലുക്ക് തന്നെയാണ്. ഒരു വിൻറ്റേജ് വണ്ടികൾക്കൊക്കെ പൊതുവേ ഒരു റോയൽ ലുക്ക് ഉണ്ട് എല്ലാ തരത്തിലും. അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുള്ള വണ്ടികൾ തന്നെയാണ്, പക്ഷെ കണ്ടാൽ തോന്നില്ല അത്രയും നല്ല ഫിനിഷിലും കാര്യങ്ങളിലൊക്കെയാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വണ്ടി ഭ്രാന്തന്മാരായതുകൊണ്ട് തന്നെയാണ് എന്തായാലും. അങ്ങനത്തെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജാഗ്വറിൻ്റെ അടുത്തൊരു മുതൽ, നമ്മൾ നേരത്തെ കണ്ട ആ മോഡലിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ, പക്ഷേ സാധനം സെയിം തന്നെയാണ് എന്തായാലും. പിന്നെ പേൾ ഖത്തറിൽ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആണ്, ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. ഖത്തറിൽ വേറൊരു ഓട്ടോ ഷോ നടക്കുന്നുണ്ട്, അതിന് 100 റിയാലാണ് ചാർജ് വരുന്നത്. നമ്മളിപ്പോൾ യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. അടുത്ത നമ്മളെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ബുക്ക് വേറെ 2 ടൈപ്പാണ്. ഇവിടെ ഒരു റെഡും ഉണ്ട്, അപ്പുറത്തൊരു ഗോൾഡൻ കളറും കിടക്കുന്നുണ്ട്. രണ്ടും സെയിം സാധനം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, രണ്ടും സെഡാൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫെരാറിൻ്റെ ഒരു പഴയ സാധനം കിടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഫെരാറി സ്പോർട്സ് വണ്ടീൻ്റെയൊക്കെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. എന്താണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നില്ലേ, സെറ്റപ്പ് സാധനം. അതായത് നമ്മുടെ ഫസ്റ്റത്തെ രാജാവ്, ദ കിങ്, കൂട്ടത്തിലെ രാജാവ്, റോൾസ് റോയ്സ്. എന്താണ് സാധനം അല്ലേ, രാജാവ് എപ്പോഴും രാജാവ് തന്നെ, അതിനൊന്നും യാതൊരു മാറ്റവും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റോൾസ് റോയ്സ് സിൽവർ ക്ലൗഡ് 3 എന്ന് പറഞ്ഞ ടൈപ്പ് സാധനം. എന്തായാലേ, കിങ് ഈസ് ആൾവേസ് കിങ് എന്ന് പറഞ്ഞില്ലേ. ഇതിൽ ഒരുപാട് റോൾസ് റോയ്സ് വേറെയും വരുന്നുണ്ട് കേട്ടോ, ഇത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. എന്തായാലും അടുത്ത് നമ്മളെ കാഡിലാക്കിൻ്റെ ഒരു ഐറ്റമാണ്. നമ്മൾ ഫസ്റ്റാണ് ഈ ഒരു ഷോയിൽ കാഡിലാക്കിൻ്റെ സാധനം കാണുന്നത്, ഒരു സെഡാൻ ടൈപ്പ് സാധനം, നല്ല റെഡ് ഫിനിഷിങ് ഗ്ലോസി റെഡ്. അതേ അപ്പുറത്ത് നമ്മുടെ മെഴ്സിഡസിൻ്റെ ഒരു A-Class വേറെ കിടക്കുന്നുണ്ട്. എന്തായാലും പൊളി സാധനം. ഇന്ന് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളർ സാധനമാണ് ഈ കിടക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു കളറ് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ, അത്രയും ഫിനിഷിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതുപോലെ അതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ഇൻറ്റീരിയറും
എല്ലാം കൊണ്ടും അതിൻ്റെ വീൽ ബേസും കാര്യങ്ങളും സെറ്റപ്പ് ഒരു റോക്കറ്റ് പോയത് എനിക്ക് തോന്നിയത് സംഭവം സെറ്റായിക്കണ്. എന്തായാലും അടിപൊളി പൊളി സാധനം. നമ്മുടെ ഫോണിൻ്റെ തണ്ടർ ബേർഡ് എന്ന് പറഞ്ഞൊരു ഐറ്റാണിത്. എന്താ അല്ലേ പൊളി സാധനം. ഫോണും നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഷോയിൽ കാണുന്നത്. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ കാഡിലാക്കിൻ്റെ സാധനമാണ്. എന്താ ബ്ലാക്ക് സാധനം, എന്താ ലുക്ക്. വിൻറ്റേജ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഒരു റോക്കറ്റിൻ്റെ ഒക്കെ ടച്ചാണ് അതിൻ്റെ ബാക്ക് വന്നത്. എന്താ പറയുക, ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്നത്തെ ഒരു ഡിസൈനും. പിന്നെ ഇതൊക്കെ ഓപ്പൺ ടൈപ്പാട്ടോ, മറ്റേ നമുക്ക് റൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എന്തായാലും പഴയ റോഡിലെ പടക്കുതിരോളനാണ് ഈ ഒരു സാധനങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ ബാക്കൊക്കെ നോക്കാം, ശരിക്കും ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന മാതിരി ഉണ്ട്. എന്തായാലേ അടുത്തത് ഷവർ ലൈറ്റിൻ്റെ ഒരു പൊളി സാധനമാണ്. അതും നല്ല ഓപ്പൺ ടൈപ്പ് റൂഫ് റൈലൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സാധനമാണ്. നല്ല ഒരു ക്രീം വൈറ്റിൽ നല്ല അടിപൊളി റെഡ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പൊളി സാധനം. എന്തായാലും ഡബിൾ സീറ്റിൽ വരുന്ന ഒരു അടിപൊളി സാധനം. എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇയർ ബാക്കുള്ള സാധനങ്ങളല്ല ഇതൊക്കെ. ഇപ്പോഴൊന്നും അത് പൊന്നും വില കൊടുത്താൽ പോലും കിട്ടൂല, അത്രയും പ്രാന്തന്മാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. അവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ചിറകൊക്കെ വിരിച്ചൊരു ഐറ്റ് ഇരിക്കുന്നുണ്ട്. സാധനം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ മിനിയേച്ചർ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോനെ പൊളി സാധനം. എല്ലാം ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വുഡും ബാക്കിയുള്ള കാര്യങ്ങളും എന്തും കാര്യങ്ങളൊക്കെ കണ്ടില്ല, ഒരേ പൊളി സാധനം. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ റൂഫാണ് കേട്ടോ. മോനെ പൊളി സാധനം. തൊട്ടടുത്ത് തന്നെ വേറൊരു പൊളി റെഡും കൂടെ ഇരിക്കുന്നുണ്ട്. എന്താണ് സാധനം അല്ലേ. നെക്സ്റ്റ് കാറ്റഗറി 1947 മോഡൽസാണ്. പക്ഷേ റോയൽ പ്രൗഡിയാണത്. എന്താണല്ലേ എപ്പോഴും എടുപ്പ് ഇങ്ങനെ കണ്ടാൽ നോക്കി ഏതാ മോഡൽ നോക്ക്. കോപ്പ് ഹോഴ്സ് പവർ 50 സാധനം. ഒരേ മോഡൽ സാധനങ്ങൾ. റോഡ്സ്റ്റർ ഹോഴ്സ് പവർ 20, മാനുഫാക്ചറിങ് 1927 വരുന്നൊരു മോഡലാണ്. അടുത്ത കിടക്കുന്നൊരു മോഡല്. മോനെ അത് കാണുമ്പോൾ തന്നെ രാജാവിൻ്റെ മാതിരിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. റോഡ്സ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മോനെ കാഡിലാക്കിൻ്റെ സാധനമാണ്. അമേരിക്കൻ കമ്പനിയാണ് കാഡിലാക്ക്. കാഡിലാക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എന്താ അതിൻ്റെ വീലൊക്കെ വരുന്ന സാധനം കണ്ടില്ല. ആണിത്.
അടുത്ത സാധനം നോക്ക്, റോഡ്സ്റ്റർ ടൈപ്പിൽ റോൾസ് റോയ്സിൻ്റെ ഒരു പാൻറ്റം. എൻ്റെ മോനെ, എന്താല്ലേ പഴയ ടൈപ്പ് മുതൽ കിങ് എന്ന് പറഞ്ഞാലൊന്നും പോരാ, എജാതി കിങ്. ഓഹോ, എന്താണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പ്രൗഡി എന്ന് പറഞ്ഞാൽ അത് റോൾസ് റോയ്സ് തന്നെയാണ്. അത് പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് നമ്മൾ നേരത്തെ കണ്ട സെഡാൻ ടൈപ്പ് സാധനത്തിൻ്റെ ബൈക്കിൻ്റെ വേറൊരു ടൈപ്പ് വണ്ടിയാണ്. എന്താല്ലേ അടിപൊളി. തൊട്ടപ്പുറത്ത് നമ്മളെ റോഡ്സ്റ്റർ ടൈപ്പിൽ നമ്മളെ മെഴ്സിഡസ് നിൽക്കുന്നുണ്ട്. എന്താണ് പൊളി. മെഴ്സിഡസ് പിന്നെ ഏതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ഫിയറ്റിൻ്റെ ഒരു സാധനം. അടുത്തത് റോൾസ് റോയ്സിൻ്റെ ഓപ്പൺ ടൈപ്പ് സെഡാൻ എന്ന് പറഞ്ഞ റോഡ്സ്റ്ററിൻ്റെ വേറൊരു ടൈപ്പ്, കുറച്ചും കൂടി പുത്തൻ മോഡലിലേക്ക് വന്ന റോഡ്സ്റ്റർ ടൈപ്പ്. റോൾസ് റോയ്സ് വേറെ ലെവലാണ് എന്തായാലും. അങ്ങനെ റോഡ്സ്റ്റർ കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് സെക്ഷനിലേക്ക് നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ജാഗ്വറിൻ്റെ ഒരു പൊളിപ്പൻ സാധനമാണ്. ഞാൻ ദൂരത്ത് നിന്ന് കണ്ട പോലെ ഫെരാറിയോ ലംബോർഗിനിൻ്റെ ഏതെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ജാഗ്വറിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉള്ളതെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. എന്തായാലും പൊളി സാധനം. അത് കുറച്ച് ഓൾഡ് മോഡലാണ്. തൊട്ടടുത്തൊരു BMW-ൻ്റെ ഒരു സ്പോർട്സ് ടൈപ്പ് കിടക്കുന്നുണ്ട്. അതും കുറച്ച് ഓൾഡ് മോഡലാണ്. പക്ഷേ സംഭവം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയില്ലേ, ആ ഒരു ലെവലാണ്. ഫെരാറിൻ്റെ പൊളി സാധനം മോനെ. അയ്യോ, സ്പോർട്സ് കാറിൽ പിന്നെ ഫെറാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടപ്പുറത്ത് ഒരു BMW-ൻ്റെ 12 സീരീസ് വരുന്നുണ്ട് സാധനം. അവിടുന്ന് പിന്നോട്ട് പോകുന്നതോറും നമ്മുടെ സെഡാൻ ടൈപ്പ് വണ്ടികളൊക്കെ വന്നു. എന്നാൽ അത്യാവശ്യം നല്ല പ്രൗഢിയിലുള്ള സാധനം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത റോൾസ് റോയ്സ്. ഇവിടെ കുറച്ച് അധികം റോൾസ് റോയ്സ് ഉണ്ട് കേട്ടോ. എന്തായാലും സാധനം കൊള്ളാം, നല്ല വൈറ്റ് റോൾസ് റോയ്സ്. പിന്നെ എവിടെ കൊണ്ടുപോയി അത് വേറെ അവിടെ അറിയാൻ പറ്റുമല്ലോ. ഇത് ഓപ്പൺ ടൈപ്പ് തന്നെയാണ്, നമ്മളെ വുഡൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. പേൾ ഖത്തറിൽ വാക്കിംഗ് സ്ട്രീറ്റിലായിട്ട് അത് വെച്ചിട്ടുള്ള ഈ ഷോ. എന്തായാലും വണ്ടിയൊന്നും അവിടേക്ക് അലൗഡ് അല്ല. തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും പാർക്കിങ് നമ്മൾ കണ്ടെത്തിയിട്ട് പാർക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്ത് നടന്നിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മുതലായി. നല്ല അടിപൊളി കുറച്ച് വിൻറ്റേജ് ഐറ്റംസ് എന്തായാലും കാണാൻ പറ്റി. സെഡാൻ ടൈപ്പും സ്പോർട്സ് ടൈപ്പും റോഡ്സ്റ്റർ ടൈപ്പും അങ്ങനെ എല്ലാ മോഡലും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. എങ്ങനെ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് വെച്ചിട്ടുണ്ട്. നമുക്ക് തൊടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ സമ്മതിക്കില്ല. കാരണം അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓട്ടോ ഷോ കാണാൻ പറ്റും എന്നുള്ളത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ സംഭവവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇത് വെച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടി പ്രാന്തന്മാരൊക്കെ വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കണ്ടോളയും. ഖത്തറിലുള്ള എല്ലാവർക്കും വന്ന് കാണാം, ഫ്രീ ആണ്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണെന്നുള്ള കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്റ്റ്. വരാൻ പറ്റുന്നവരൊക്കെ വന്നോളൂ. എന്തായാലും രാവിലെ 8 മണി ടു വൈകുന്നേരം 5 മണി വരെ സാധനം ഇവിടെ ഉണ്ട്. 8 മണി വരെ ഉണ്ട് തോന്നുന്നത്. 8 to 8 ആണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ വന്നത് ഇപ്പോൾ രാവിലെ ഒരു 11 മണിക്കാണ്. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നല്ല അടിപൊളി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ രാവിലെ വന്നതുകൊണ്ടാണ് ഇത്ര റഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത്. തിരക്കുള്ള സമയത്തൊന്നും ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത്രയും നല്ല അടിപൊളി വെഹിക്കിൾസ്, അതും വിൻറ്റേജ് ടൈപ്പ്, നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു വാഹനപ്രേമിക്ക് എന്തായാലും കാണാൻ പറ്റിയൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോസിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.